ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ചെറിയൊരു പാർട്ടാണ് നോക്കുന്നത്. എന്നാൽ അത്ര തന്നെ പ്രാധാന്യമുള്ളൊരു പാർട്ടും കൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 4A 4A 51A ആർട്ടിക്കിളിൽ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ നിലവിൽ. അപ്പോൾ ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇത് ഹ്യൂമൻ ബിഹേവിയറിനെ അല്ലെങ്കിൽ സിറ്റിസൺസിൻ്റെ ബിഹേവിയറിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു സാമൂഹികമായ ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാർട്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ, അതായത് ബിഫോർ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെയൊക്കെ മുമ്പേ നമുക്ക് ഈ കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ്. അതായത് സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സെക്യൂർ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. പ്രൈമറി ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ്. അങ്ങനെ നമുക്ക് 1947 ഇൻഡിപെൻഡൻസ് ആയി. 1950 ജനുവരി 26 നമുക്ക് ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു ഭാഗം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പല കമ്മിറ്റികളും അല്ലെങ്കിൽ പല റെക്കമെൻഡേഷൻസും വന്നിട്ടുണ്ടായിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇനീഷ്യലി സന്താനം കമ്മിറ്റി 1961 സന്താനം കമ്മിറ്റിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ, സിറ്റിസൺസിൻ്റെ ഇടയിൽ ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ടാവാനും പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയുക, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സിറ്റിസൺസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അനിവാര്യമാണ് എന്നുള്ളത് ഇനീഷ്യലി സന്താനം കമ്മിറ്റി 1961 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല കമ്മിറ്റികളും ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ മൗലികമായ കടമകളുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് കുറേ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം 1976 സ്വരൺ സിംഗ് കമ്മിറ്റി, ആ ഒരു പേര് ഒന്ന് ഓർത്ത് വെക്കുക. 1976 സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഒരു എന്താ പറയുക, നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അനിവാര്യമാണ്, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ടാണ് ആ കമ്മിറ്റി ഓർത്ത് വെക്കണം എന്ന് പറയുന്നത്, ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ എന്നൊരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 4A ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ A ആണ്. 51A നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 42ാം ഭേദഗതി, 42ാം അമെൻമെൻറ്റിലൂടെയാണ് 1976 42ാം അമെൻമെൻറ്റിലൂടെയാണ് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത്. 1977 ജാനുവരി 3 അത് നിലവിൽ വന്നിട്ടുള്ളത്. ആ ഡേറ്റും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 42ാം അമെൻമെൻറ്റും 1976 എന്ന വർഷവും പ്രധാനപ്പെട്ടതാണ്. 1977 ജാനുവരി 3 അത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കമ്മിറ്റി പ്രകാരം നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. കൂടാതെ നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് ആമുഖത്തിൽ ജസ്റ്റിസ്, ഫ്രറ്റേണിറ്റി, ലിബർട്ടി, സ്വാതന്ത്ര്യം, നീതി, ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമുക്ക് ആമുഖത്തിൽ കാണാം അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആശയത്തിൽ നിന്നും കൂടെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നിട്ടുള്ളത്. കൂടാതെ നമ്മളൊരു UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതിൽ ആർട്ടിക്കിൾ 29 ക്ലോസ് 1 കമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ട കുറേ കടമകളെക്കുറിച്ചൊക്കെ UDHR പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ്, അതിലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിൽ നിന്നൊക്കെ
ആശയങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഒരു വന്ന ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് 1976 സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രധാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 51A ആർട്ടിക്കിളിലാണ്, പാർട്ട് 4A ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തതും എന്നുള്ള ഓർത്ത് വെക്കുക. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇങ്ങനെയൊരു ഭേദഗതി നടന്നിട്ടുള്ളത്. അതിനുശേഷം വന്ന മൊറാർജി ദേശായി ഗവൺമെൻറ്, അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തും ഇതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാതൊരു മാറ്റവും വരാതെ അതെന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത്, അപ്പോൾ ഈ അമെൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ അമെൻമെൻറ്റിൽ നമുക്ക് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് വന്നിട്ടുള്ളത്. 10 എണ്ണം, പക്ഷേ നിലവിൽ 11 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നിട്ടുണ്ടായിരുന്നത് 86th അമെൻമെൻറ്റ് 2002 വന്ന 86th അമെൻമെൻറ്റിലൂടെയാണ് 11ാമത്തെ ഒരു ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ ഒരു ഡ്യൂട്ടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് 51A ക്യാപിറ്റൽ ലെറ്റർ A ആണ്, സ്മോൾ ലെറ്റർ Kയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 11ാമത്തത്. അപ്പോൾ നമ്മൾ ആ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും എന്താണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ 51 ക്യാപിറ്റൽ A ആണ്. ക്യാപിറ്റൽ A ക്ലോസ് സ്മോൾ ലെറ്റർ A മുതൽ K വരെയാണ്, സ്മോൾ ലെറ്റർ A to K വരെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 11 എണ്ണവും പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡ്യൂട്ടി എന്താണെന്ന് പറയുന്നത്, ഇറ്റ് ഷാൽ ബി ദി ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ. സ്മോൾ ലെറ്റർ എയിൽ ഒന്നാമത്തെ ഡ്യൂട്ടി പറയുന്നത് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദി നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആന്തം. അതായത് നമ്മുടെ ഭരണഘടനയെ ഫോളോ ചെയ്യുക എന്നുള്ളതും അതിനെ ബഹുമാനിക്കുക, അതിൻ്റെ ആശയങ്ങളെ, അതിൻ്റെ സ്ഥാപനങ്ങളെയൊക്കെ ബഹുമാനിക്കുക എന്നുള്ളതും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും, ദ നാഷണൽ ആന്തം ആൻഡ് നാഷണൽ ഫ്ലാഗ്, നമ്മുടെ നാഷണൽ ആന്തം അല്ലേ, ദേശീയ ഗാനം, നമ്മുടെ പതാക, ഇവയൊക്കെ ആദരിക്കുക എന്നുള്ളതും ഓരോ സിറ്റിസൺസിൻ്റെയും ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സിറ്റിസൺ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താ, ഇത് സിറ്റിസൺസിന് മാത്രം ഉള്ള ഒരു ഡ്യൂട്ടീസാണ്. അതായത് നമ്മുടെ ഫോറിനേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ് ഒന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്നുള്ളതാണ്. ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒഴികെ ബാക്കിയൊക്കെ എല്ലാവർക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ക്ലോസ് ബിയിൽ പറഞ്ഞിട്ടുള്ളത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അതായത് നമ്മളെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ, അവരുടെ ആശയങ്ങളെയൊക്കെ ആദർശങ്ങളെയൊക്കെ നമ്മൾ പരിപോഷിപ്പിക്കണം, അത് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, അത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലോസ് സി 51A ക്ലോസ് സിയിൽ പറഞ്ഞിട്ടുള്ളത് ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്റ്റ് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ മഹത്തായ ഭാരതത്തിൻ്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത ഇവയൊക്കെ നിലനിർത്തുക, സംരക്ഷിക്കുക, ഇതൊക്കെ ഓരോ പൗരൻ്റെയും കടമയാണ് എന്നുള്ളതാണ് ക്ലോസ് സിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ക്ലോസ് ഡിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത്, to defend the country and render national service to called upon when called upon to do so. അതായത് ദേശസേവനം ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മളത് നമ്മുടെ സർവീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി അങ്ങനെയൊരു ദേശസേവനം ആവശ്യപ്പെടുന്ന സമയത്ത് അത് നൽകുക എന്നുള്ളത് നമ്മുടെ സിറ്റിസൺസിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്ലോസ് ഇയിൽ പറയുന്നത് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ, ട്രാൻസെൻഡിങ് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഓർ സെക്ഷണൽ ഡൈവേഴ്സിറ്റീസ്, ടു റിനൗൺസ് പ്രാക്ടീസസ് derogatory to the dignity
ഡിഗ്നിറ്റി ഓഫ് വിമൻ. അതായത് നമ്മൾ ഭാരതം എന്ന് പറയുന്നത് വളരെ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ളൊരു പ്രദേശമാണ് അല്ലേ. പ്രാദേശികമായി, മതപരമായി, ഭാഷാപരമായി ഒക്കെ നമുക്ക് വൈവിധ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ വൈവിധ്യങ്ങൾക്കൊക്കെ അതീതമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? എല്ലാ ഭാരതത്തിലെ ജനങ്ങൾക്കും ഇടയിൽ എന്ത് ചെയ്യുക, ഒരു ഐക്യവും സാഹോദര്യവും അങ്ങനെയുള്ള ഒരു മനോഭാവങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. കൂടാതെ സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്ക്, ഒരു അന്തസ്സിന് മോശം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ആചാരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിത്യജിക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലോസ് ഇയിലാണ് 51A ക്ലോസ് ഇയിൽ. ഇനി അടുത്തത് 51A ക്ലോസ് എഫ് ആണ്. ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. അതായത് നമ്മുടെ സംസ്കാരം അല്ലേ, നമ്മുടെ സംസ്കാരത്തെ നമ്മൾ വിലമതിക്കുക. അത് നമ്മളൊരു കടമയാണ് അല്ലേ. നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ നിലനിർത്തുകയും വിലമതിക്കുകയും ഒക്കെ വേണം എന്ന് പറയുന്നതാണ് 51A ക്ലോസ് എഫിൽ. അടുത്തത് 51A ക്ലോസ് ജി ആണ്. ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേച്ചേഴ്സ്. അതായത് നമ്മുടെ ഒരു പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ എൻവയോൺമെൻറ്റ്, പ്രകൃതിദത്തമായി നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ പരിസ്ഥിതി, ഫോറസ്റ്റ്, കാടുകൾ, തടാകങ്ങൾ, വൈൽഡ് ലൈഫ്, നദികൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ. നമ്മൾ ഇതിനെയൊക്കെ നിലനിർത്തി കൊണ്ടുപോവുക മാത്രമല്ല, നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതൊക്കെ ഓരോ പൗരൻ്റെയും കടമയാണ്. അടുത്തത് സെക്ഷൻ 51A ക്ലോസ് എച്ച് ആണ്. അതിൽ പറയുന്നത് ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. അതായത് നമ്മുടെ ശാസ്ത്രപരമായിട്ടുള്ള ഒരു വികസനം, ശാസ്ത്രപരമായിട്ടുള്ള മെച്ചപ്പെടുത്തൽ, അതിനുള്ള മനോഭാവം, ഒരു റിഫോർമേഷൻ, ഒരു പരിഷ്കരണത്തിനോടുള്ള ഒരു മനോഭാവം നമ്മൾ വികസിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇന്നോവേഷനായിട്ടുള്ള, റിഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അടുത്ത പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അടുത്തത് ആർട്ടിക്കിൾ 51A ക്ലോസ് ഐ ആണ്. ഐ പറയുന്നത് ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജുവർ വയലൻസ്. അതായത് പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് അല്ലേ. പൊതുസ്വത്ത് സംരക്ഷിക്കുക, വയലൻസ്, അക്രമം ഒക്കെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. അടുത്തത് 51A ക്ലോസ് ജെ ആണ്. ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദ നേഷൻ കോൺസ്റ്റൻ്റ്ലി റൈസസ് ടു ഹയർ ലെവൽ ഓഫ് എൻഡവർ ആൻഡ് അച്ചീവ്മെൻറ്റ്. അതായത് നമ്മുടെ രാഷ്ട്രം ഉന്നതങ്ങളിലേക്ക് ഉയരാൻ വേണ്ടി അല്ലേ, നിരന്തരമായി നമ്മുടെ വ്യക്തിപരമായ ഒരു പ്രവർത്തനവും കൂട്ടായ ഒരു പ്രവർത്തനമൊക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. മുമ്പ് പറഞ്ഞത് 51A ക്ലോസ് കെ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 86th അമെൻമെൻറ്റിൽ, 86ാം അമെൻമെൻറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്കത് വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ 86th 2002 വന്ന 86th അമെൻമെൻറ്റ് പ്രകാരമാണ് സ്മോൾ കെ 51A ക്ലോസ് കെ എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത്. അതെന്താ പറയുന്നത്? who is a parent or guardian to provide opportunities for education to his child, or the case may be ward between the age of 6 and 14 years ആണ്. അതായത് അതിൽ പറയുന്നത് 6നും 14നും പ്രായം വരുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗാർഡിയനോ രക്ഷാകർത്താവോ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ക്ലോസ് കെ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അത് 86th അമെൻമെൻറ്റ് പ്രകാരമാണ് വന്നിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 51A സ്മോൾ എ മുതൽ സ്മോൾ കെ വരെയുള്ള 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത്, ഈ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും, നമ്മളെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ പാർട്ട് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്.
നമ്മൾ മാർഗനിർദ്ദേശക തത്വത്തിലൊക്കെ പഠിച്ച പോലെ തന്നെ നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് കോടതി മുഖേന നമുക്കിത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻഫോഴ്സിബിൾ അല്ല ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ പഠിച്ചു, എന്ത് പാർട്ട് 3യിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ പഠിച്ചു അത് എൻഫോഴ്സിബിൾ ആണ് അല്ലേ. കോടതി മുഖേന നമ്മുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി കോടതി മുഖേന പറ്റും. പക്ഷേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്, അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കോടതി മുഖേന എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. അപ്പം നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. കൂടാതെ സിറ്റിസൺസിന് മാത്രമുള്ളതാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നും ഓർത്ത് വെക്കുക. 1976 സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത്. 10 ഡ്യൂട്ടീസ് ആയിരുന്നു സ്റ്റാർട്ടിങ് ടൈമിലുണ്ടായിരുന്നത്. 11ാമത്തത് 86th അമെൻമെൻറ്റിലാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു ഭാഗം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, 1976 42ാം ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 11 ഡ്യൂട്ടീസ് ഏതാണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. ഇത്രയും കാര്യമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നേ, വിട്ടുപോയി. നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് USSRൽ നിന്നാണ് കേട്ടോ. അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് USSRൽ നിന്നാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എൻഫോഴ്സിബിലിറ്റീൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓർക്കേണ്ടത്, ഇതിലേതെങ്കിലും ഒരു ഡ്യൂട്ടീസ് പാർലമെൻറ്റ് ഒരു ആക്റ്റായിട്ട് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്ത് നമുക്ക് കിട്ടും. അതൊരു ആക്റ്റായിട്ട്, ഒരു സ്റ്റാറ്റ്യൂട്ടിലേക്ക് ഒരു ആക്റ്റായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്യൂട്ടീസിനെ, അപ്പോൾ അത് നമ്മൾ എൻഫോഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് ആരുടെ റിപ്പോർട്ടാണ് എന്നുള്ളത്, അമെൻമെൻറ്റ് ഏതാണ് എന്നുള്ളത്, എത്ര എണ്ണം, അതേതൊക്കെയാണ്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.